നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കുറച്ച് കാലത്തിന് ശേഷം ഒന്നുകൂടി നമ്മൾ കൃഷി രീതികളിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെറുചേമ്പ് കൃഷിയെ കുറിച്ചിട്ടാണ്. ഈ ചെറുചേമ്പ് കൃഷി സാധാരണ നമ്മളെ പാരമ്പര്യ കർഷകരെല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ അല്ലറച്ചില്ലറ സ്ഥലങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നൊരു ഇനമാണ്, ഒരു വിളയാണ് ഇത്. നമ്മുടെ എന്താ പറയുക, നാട്ടിൻപുറങ്ങളിലുള്ള ഒരുവിധം കർഷകരെല്ലാവരും തന്നെ നല്ല കാര്യമായിട്ട് കൃഷി ചെയ്യുകയും അവരത് ഏകദേശം ഒരു 6-7 മാസത്തോളമൊക്കെ ഇതിൻ്റെ വിത്തൊക്കെ നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ ഇത് നമുക്ക് കറി വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇത് വളരെ രസകരമായൊരു കൃഷി രീതിയാണ് ഈ ചെറുചേമ്പ് കൃഷി ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ, ഓർഗാനിക് കേരളത്തിൻ്റെ വീഡിയോയിൽ നമുക്ക് ചെറുചേമ്പ് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് വളരെ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു കർഷകൻ തന്നെയാണ് നമുക്കിത് ചെയ്തു തരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓർഗാനിക് കേരളത്തിലൂടെ ഒരുപാട് തവണ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള രാമകൃഷ്ണൻ അഥവാ ഉണ്ണിയേട്ടനാണ് നമുക്ക് ഈ ഒരു ഇത് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വിശദമായിട്ട് ഈ കൃഷിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ണിയേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. അതെങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അത് കണ്ട് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി പറ്റാവുന്നവർക്കൊക്കെ ഇത് വീടുകളിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ടുകൾ തന്നെയാണ് ഓർഗാനിക് കേരളത്തിൻ്റെ ഓരോ ചുവട്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, നമ്മുടെ വീഡിയോ കാണുമ്പോൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോകളിലോട്ടും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തുടർന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കൊന്ന് പോവാം. ഉണ്ണിയേട്ടാ, നമ്മൾ ഇന്ന് എന്താ കാണിക്കാൻ പോണേ? ഇന്നിപ്പോൾ ഞാൻ ചെറുചേമ്പ് പറയും, കുപ്പച്ചേമ്പ് പറയും. അത് നടുന്ന ഇത് ഈ മഴക്കാലത്താണോ? എന്താണ് അതിൻ്റെ ഒരു കാലവർഷം തുടങ്ങുമ്പോൾ, പുതുമഴ കിട്ടിയാൽ അപ്പം തുടങ്ങും. അതല്ലേ, കാലവർഷം തുടങ്ങുമ്പോൾ നമ്മളത് നടും. ഞാൻ ചോദിക്കണേ, നമ്മളിതിന്റെ മുന്നേ വേനൽ ചേമ്പ് പറഞ്ഞിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. അത് ഈ ചേമ്പ് തമ്മിലുള്ള പ്രധാന ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മറ്റത് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ്. വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നത് അതിന്റെ വിലയും ഇതിന് കിട്ടില്ല. ഇത് നല്ല ചേമ്പാണ്. ചേമ്പിന് നല്ല ചേമ്പാണ്. ചെറുചേമ്പിന് എന്നും ഡിമാൻഡാണ്. പക്ഷെ വേനൽച്ചേമ്പിന്റെ വിലയും ഡിമാൻഡൊന്നും ഇതിനെന്താ പൊടി കുറവാണ്? പൊടി കുറവല്ല, ഇതിന് അത്ര അധ്വാനവും കുറവാണ്. മറ്റേത് 6 മാസം നനച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത്രയൊന്നും ശുശ്രൂഷ അതിന് വേണ്ട. ഇതിപ്പോ നട്ട് കൊത്തി തടെടുത്ത് നട്ട് മുകളില് തോലും പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു പന്തി ഒന്ന് അരക്കേറ്റി കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിഞ്ഞു. പിന്നെ വിത്ത് കുറച്ച് സ്ഥലം നമ്മൾ പറിക്കാതെ അവിടെ ഇതാ. ഇതൊക്കെ ഞാൻ അങ്ങനെ ഇട്ട സ്ഥലമാണ്. ഈ വിത്ത് ഇതൊക്കെ ഒരു മുരടാണ്. ഇതിങ്ങനെ പറിക്കാതെ ഇട്ടതാ. ഈ മഴ തുടങ്ങുമ്പോഴേക്ക് ഇത് ഇങ്ങനെ മുളയ്ക്കും. ഇത് ഈ രീതിയിൽ മുളയ്ക്കും. മുള എത്രമാത്രം വരണതിന്റെ മുമ്പ് നടണോ അത്ര നല്ല. എന്ന് പറഞ്ഞാൽ ഈ വേര് പൊട്ടണതിന്റെ മുമ്പ് നടുക. തള്ളി നടാം. ഇത് തള്ളയാണ്. ഇതൊക്കെ തള്ളയാണ്. നമ്മൾ വിത്ത് ഉപയോഗിച്ചിട്ട് തള്ള വേണമെങ്കിൽ തള്ള നടാം. പക്ഷെ തള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ സൂക്ഷിച്ചാൽ കെട്ടുപോകും. ചിലർത്തിയിൽ നേരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കെട്ടുപോകും. നേരെ കുഴി കുത്തി നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഇട്ടുമെങ്കിൽ മാത്രമേ കിടക്കുള്ളൂ. അതല്ലേ. ഇതിന്റെ ഈ വിത്തുകൾ എടുത്തിട്ടാണ് ഓരോന്നായിട്ട് നടുന്നത് അല്ലേ? ശരിക്കും ഈ വേനൽ ചേമ്പ് നമ്മൾ പറിക്കുമ്പോൾ എത്ര ഇതിന്റെ കാലാവധി? 6 മാസം. ഇടവത്തിൽ നട്ടാൽ ആ മാസം പറിക്കാം. 6 മാസം. അപ്പോഴേക്ക് നമുക്ക് ഇതിന്റെ ഒരു കടയിൽ നിന്ന് എത്ര കിട്ടും? ഒരു 1 കിലോ മുതൽ 250 ഗ്രാം വരെയൊക്കെ കിട്ടൂല്ലേ? 1 കിലോ വരെയൊക്കെ ഉണ്ടാവൂലേ? 1 കിലോ വരെയൊക്കെ. പ്രധാനമായിട്ട് എന്താ വളം കൊടുക്കണത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പച്ചവളവും ചാണകപ്പൊടി, പിന്നെ തൊഴുത്തിലെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം സ്ഥിരമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി മുക്കി ഒഴിക്കണ്ടേ? അപ്പൊ പിന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രധാനമായിട്ട് മാറി ഒന്നുമില്ല. ഒരു രാസവളം ഒന്നും മാറി ഒന്നും ചെയ്യും. 6 മാസം ഇത് നിൽക്കും. ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും 6 മാസം ഇത് നിൽക്കും. 6 മാസം ഇതിന്റെ വിത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കറിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അത്രയും കാലം ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അല്ലേ? അപ്പൊ ശരിക്കും ഒരു തടം നട്ടാൽ തന്നെ അത്യാവശ്യം ഇതുണ്ടായില്ലേ? ശരിക്കും നമ്മളെ ഇതിന്റെ തടം എടുക്കുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്? എത്ര നീളം വീതിയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നേക്കാൾ നല്ല താന് കാണല്ലേ? ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്നത് കണ്ടോളൂ. വേണ്ട ഒഴിഞ്ഞെന്നാ ഞാൻ കളച്ചു. അപ്പൊ അത് ഞാൻ എന്താ ഇവിടെ ചെയ്യണമെന്നുള്ളതാണ്ട് എടുത്തോളൂ. എന്നാ കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. എന്റെ സ്ഥലങ്ങളിൽ നിന്നൊന്നും വെള്ളം പുറത്തോട്ട് ഒഴുകി പോയില്ല. ഈ സർക്കാർ വാട്ടർ ഷെഡിനൊക്കെ കാശ് കൊടുക്കും. അതുകൊണ്ട് വാട്ടർ ഷെഡിനൊക്കെ കാശ് കൊടുത്ത് ഇങ്ങനെ പണിയെടുപ്പിക്കും. അപ്പൊ ഈ വാട്ടർ ഷെഡ് എന്നൊക്കെ പറയുന്നത് തന്നെ വാട്ടർ ഷെഡേ അത് ഉണ്ണിയന്റെ സ്ഥലത്ത് ഒരു വെള്ളം ഉണ്ണിയുടെ വെള്ളങ്ങളൊക്കെ മഴയത്തുള്ള ഇങ്ങോട്ട് ആക്കി വിടും അല്ലേ?
അതാണ് ഇത്രയും മണ്ണ് അയഞ്ഞ് കിടക്കാൻ. മണ്ണിന് എന്നും നമ്മൾ ഇപ്പം ഞാൻ കൊത്തി നേരത്തെ കൊത്തിയത് കണ്ടില്ലേ? പിന്നെ ഇനി ഞാൻ കുഴിയെടുക്കാൻ പോവാം. കുഴിയെടുക്കാനാ? കുഴിയെടുക്കാൻ പോവാം. ഓക്കെ ഓക്കെ. അങ്ങനെ 3 കുഴികളായിട്ട് എടുക്കും അല്ലേ? 3 കുഴികളായി. 3 കുഴികൾക്കുള്ള രീതിയിലാണ് നമ്മൾ തടെടുക്കുന്നത്. തടം കൊത്തിയിരുന്നു അല്ലേ? ഈ വിത്തുകള് നേരെ മുകളിലേക്ക്. ഇത് ഇങ്ങനെ പൊട്ടിക്കുക ചെയ്യാലോ. ഇതാണ് അതിന്റെ മുരടേ. ഇത് നിന്ന് ഓരോ മുരടന്ന് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഓരോരോ വിത്തായിട്ട് ഇതിന്റെ തള്ളയമേ ഉണ്ടാവും അല്ലേ? ഇതാ ഈ വിത്ത് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും മതി മുള. ഈ മുള മതി കേട്ടോ. ഇതിങ്ങനെ മണ്ണിൽ ഊന്നി കൊടുക്കുക. അണ്ട് എന്ത് ചെയ്യുക, ഊന്നി കഴിഞ്ഞതിന് ശേഷം ഇതിൽ വളം ഇടണ്ടോ ചേട്ടാ? കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇടേണ്ടതാ. പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ ഞാൻ ഈ മണ്ണിൽ ചാണകം കൊണ്ടോട്ട് കൊത്തിയിട്ടുണ്ട്. മണ്ണിൽ വെറുതെ ചാണകം പരത്തിയിട്ട് കൊത്തിയിട്ടുണ്ട്. ഇനി ചപ്പിട്ടിട്ട് മണ്ണ് ആദ്യം ഇളക്കിടാൻ കൊത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇതിന് അടിവളം മാത്രം മതി, അത് മേൽവളമായിട്ടൊന്നും? മേൽവളമായിട്ട് ഇനി തോല് വെച്ച അതിന്റെ കൂടെ ഒപ്പം ചാണകം ഇടുക. തോല് വെക്കുക, അല്ലെങ്കിൽ ചപ്പിടുക. ചപ്പിട്ടിട്ട് അതിന്റെ മുകളിൽ ചാണകം വെക്കുക. വിത്തായാലും മതി അല്ലേ? തൈ മുളച്ചിട്ട് ഇതിപ്പോ കഴിഞ്ഞ പോലത്തെ തള്ളയാലും മതി. വർഷക്കാല ചേമ്പാണ് അല്ലേ? വർഷക്കാല ചേമ്പ്, ചെറു ചേമ്പ്. ചെറിയ ചേമ്പ് അല്ലേ? വർഷക്കാല ചേമ്പല്ല, ചെറു ചേമ്പ്. ശരിക്കും നമ്മളിവിടെ ഈ കടകളിൽ വരുന്ന ഈ ചേമ്പിന്റെ വിത്ത് കംപ്ലീറ്റ് ഇതാണ് സാധനം അല്ലേ? ഇതിന്റെ തമിഴ്നാട് ഉണ്ടാവുന്നതാണ് അത് മാത്രം. ചേട്ടാ, ഇപ്പൊ നമ്മൾ ഈ ചെറു ചേമ്പ് ഇപ്പൊ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിനടുത്ത് എന്താണ് പൊതയിടലാണോ? ഇനി ചപ്പിടുക. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, ചപ്പിടുക. അതിന്റെ മുകളിൽ ലേശം ചാണകം ഇട്ടിട്ട് 2 പുറം അരിക്കയിറ്റ. അത് ഈ നട്ട ഉടനെ തന്നെ ഈ ചാണകം ഇടണോ? നട്ട് ഇപ്പൊ 8 വഴിക്ക് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. എത്ര വേഗം ഇടണോ അത്ര നല്ലതാ. അത്രയും നല്ല. അത് കഴിഞ്ഞ് കർക്കിടക മാസത്തിൽ ഓരോ ശേഖരം തോല് വെക്കുക. കർക്കിടക മാസത്തിൽ ഓരോ ശേഖരം പച്ചച്ചാണകം ഇട്ടിട്ട് ഒന്നും കൂടി അരക്കയറ്റ. പിന്നെ അങ്ങോട്ട് പറിക്കാൻ വന്നാൽ മതി, വേറെ ഒരു പണിയില്ല. നമ്മൾ തുലാമാസത്തിലാണ് പറിക്കും. അത് വേറെ ഒന്നുമില്ല. പുല്ല് വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോന്നും നുള്ള. അത്രേ ഉള്ളൂ. പുല്ലൊന്നും വരില്ല. അതല്ലേ? ഇവിടെ ഇപ്പൊ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ എല്ലാ സമയത്തും നമുക്ക് ഓരോ കൃഷി ചെയ്യാനുള്ളത് ഇവിടുത്തെ ദൈവം തമ്പുരാൻ നമുക്ക് ഒഴുക്കിയിട്ടുണ്ട്. അതാത് സമയങ്ങളിൽ എല്ലാ സമയത്തും വേനൽക്കാലത്തും വർഷക്കാലത്തും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു രീതി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ ഒക്കെ നമ്മൾ സ്വയം പര്യാപ്തയാണ്. കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്ക്, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങണമെന്ന് എന്താ, ഉപ്പോ പഞ്ചാരേ. ഇപ്പൊ നെൽകൃഷി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഭൂമിയൊക്കെ കയ്യിൽ നിന്ന് പോയപ്പോൾ അരി വാങ്ങിക്കേണ്ട ഒരു ഗതിയോടും. അല്ലാതെ ഇപ്പൊ ഒന്നും നമ്മൾ വാങ്ങിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് പറ്റാവുന്ന എല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ നമുക്ക് ചെയ്യാലോ. കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാവും. പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു മനസ്സ് വേണം. ഇപ്പൊ നേന്ത്രപ്പഴമില്ല. ഇന്നിപ്പോ ഞാൻ പഴം വാങ്ങിയത് ചിരങ്ങ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. പഴം അങ്ങോട്ട് വാങ്ങി, അതിനുള്ള കാശ് വാങ്ങി. ഉള്ളിയും തക്കാളി ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് ഇതാണ് കൊടുക്കുക, അതാണ്ട് വാങ്ങാം. ആ കുട്ടിയെ അവിടെ വീഴെ കൊണ്ടേ കൊടുക്കും. അവിടുന്ന് ബാക്കിയുള്ളതിനെ നമുക്ക് ഇങ്ങോട്ട് വാങ്ങും. പിന്നെ ഇത് എന്താന്ന് വെച്ചാ ഇതിന് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവണം. പിന്നെ ഇവിടുത്തെ മറ്റുള്ളവർ ജീവിക്കുന്നത് കണ്ടിട്ട് ഈ ചെയ്യുന്ന ആൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥനോ സാധാരണ ഒരു കൂലിപ്പണിക്കാരനോ ജീവിക്കണ മാതിരി കൃഷിക്കാരന് ജീവിക്കാൻ എന്നും
കഴിയില്ല, നമ്മളെന്നും എന്നും കഴിയില്ല. കാരണം പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും നോക്കാൻ പറ്റില്ല. ഒരു സാധാരണ പണിക്കാരനാണെങ്കിൽ പട്ടിണി കിടക്കുന്ന ദിവസം ഉണ്ടാവും. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല, കൃഷിക്കാരനാണെങ്കിൽ കിടക്കേണ്ടി വരില്ല. അപ്പോഴേ നമ്മൾ ഉണ്ണിയേട്ടൻ്റെ ചെറുചേമ്പ് കൃഷിയെ പറ്റിയിട്ട് വിശദമായിട്ട് കണ്ടു. ഉണ്ണിയേട്ടനെ പോലെയുള്ള കർഷകരാണ് നമ്മളിപ്പോഴും നമ്മുടെ ഈ കാർഷിക മേഖലയുടെ ഒരു മുതൽക്കൂട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താ പറയുക, ഇതുപോലെയുള്ള ഒരുപാട് കർഷകരുണ്ട്. ഇവരെല്ലാം തന്നെ ഈ കാലത്തിനനുസരിച്ച് ഇതുപോലെ വിത്തുകളൊക്കെ സൂക്ഷിച്ച് വെച്ച് വീടും പറമ്പൊക്കെ സമയാസമയം കിളച്ചിട്ട് അതിൻ്റേതായ ഓരോ സമയത്തും ഓരോ വിളകൾ കൃഷി ചെയ്യേണ്ട സമയത്ത് അത് ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കർഷകർ നമുക്കിടയിലുണ്ട്. അതിൽ വളരെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഈ ചേമ്പ് കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും വീടുകളിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ കാലത്തിനനുസരിച്ച് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടില്ല 6 മാസത്തോളമൊക്കെ ഇത് ഒരു കേടും കൂടാതിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ വിത്തിനൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന പോലെയുള്ള എല്ലാ സപ്പോർട്ടും തരിക, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.